വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അഴകൊടിയിലാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം നൈനിക ചേച്ചീൻ്റെ അരങ്ങേറ്റമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ നൈനിക ചേച്ചീനെ അറിയുന്നുണ്ടാവില്ല. നിങ്ങൾ ഡേ ഇൻ മൈ ലൈഫ് കണ്ടവരാണെങ്കിൽ ചിലപ്പോൾ അറിയായിരിക്കും. നമ്മുടെ സ്വന്തം അമ്മേൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ രമ്യ ആൻറ്റീൻ്റെ മോളാണ് നൈനിക ചേച്ചി. ദേ അവിടെ നിൽക്കുന്ന കണ്ടോ, ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ആദ്യം തന്നെ ചെലങ്കയൊക്കെ കൊടുത്ത് അനുഗ്രഹിക്കുകയാണ്. ദേ അവിടെ നിൽക്കുന്നതാണ് നമ്മുടെ സ്വന്തം രമ്യ ആൻറ്റി. നമ്മൾ എല്ലാവരും ഉണ്ട്, അമ്മേൻ്റെ എല്ലാ ബെസ്റ്റ് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഇതാണ് ടീച്ചർ കേട്ടോ, ഗുരു. നമ്മുടെ ഡാൻസൊക്കെ പഠിപ്പിച്ച എൻ്റെ അല്ല, നൈനിക ചേച്ചീൻ്റെ ഡാൻസൊക്കെ പഠിപ്പിച്ചവരാണ് കേട്ടോ. മോഹിനിയാട്ടവും എല്ലാ ഡാൻസും ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്ന പരിപാടി. അഴകോടി ദേവി മന്ദിരം അവിടെ നിന്നാണ് നടന്നത്. എൻ്റെ ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്, അവരെ ഞാൻ കാണിക്കാം കേട്ടോ. നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ട്, എന്തായാലും നിങ്ങൾ ബോറടിക്കില്ല. കാരണം അടിപൊളിയായിട്ടാണ് ലാസ്റ്റിലേക്ക് വരുന്നത്. അപ്പം എല്ലാവരും ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. സോ ഇതാണ് നമ്മുടെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഞാൻ ആൾക്കാരെ കാണിക്കാൻ നേരത്ത് ഈ അപ്പൂപ്പ ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ പേടിച്ചത്. ഇതാണ് നമ്മുടെ രേഷ്മ ആൻറ്റി. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, അവിടെ എൻ്റെ അമ്മയൊക്കെ ഇരിക്കുന്നുണ്ട്. രേഷ്മ ആൻറ്റി രമ്യ ആൻറ്റിയും കൂടിയായിരുന്നല്ലോ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിൽ ഉണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ കയറി എല്ലാവരും കാണാം. ഓക്കെ, സോ എല്ലാവരുടെയും അനുഗ്രഹം കൊടുത്തു. ചെലങ്കയൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ദേ ഇവർ വന്നിട്ട് എല്ലാ സ്റ്റേജിൽ നിൽക്കുകയാണ്. ഏറ്റവും ഹൈറ്റുള്ള ദേ വരുന്ന ആളാണ് നമ്മുടെ സ്വന്തം നൈനിക ചേച്ചി. അവിടെ നിൽക്കുന്നുണ്ട്. ആദ്യമൊന്നും എനിക്ക് തീരെ കിട്ടുന്നില്ല. നമ്മൾ ഫ്രണ്ട് തന്നെയാണ്, പക്ഷെ സൈഡിലായിരുന്നു. ദേ ഈ നടുവിൽ നിൽക്കുന്നൊരു കുട്ടീനെ കണ്ടോ നിങ്ങൾ? നൈനിക ചേച്ചി ബാക്കിൽ കൂടെ പോയി കുറച്ച് എന്താ പറയുക, ഇപ്പം അങ്ങോട്ടേക്ക് പോയെന്ന് വെച്ചാൽ ഇപ്പോൾ ഫസ്റ്റ് നിൽക്കുന്നതെന്ന് വെച്ചാൽ സെക്കൻഡ് ലൈനിൽ ഫസ്റ്റ് നിൽക്കുന്ന കുട്ടിയാണ്. ദേ ഇങ്ങനെ ഞാൻ സൂം ചെയ്യുന്നുണ്ട് തോന്നുന്നു, എനിക്കറിയില്ല. ഇപ്പം ഞാൻ കാണിക്കുന്നില്ല. അപ്പുറത്ത് നിന്ന കുട്ടിയാണ് എൻ്റെ ക്ലാസ് പഠിക്കുന്ന കുട്ടി. സോ അവളുടെ അടുത്ത് ഞാൻ എന്താ പറയുക, ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് നൈനിക ചേച്ചീൻ്റെ ക്ലാസ്സിൽ എന്ന് വെച്ചാൽ ഡാൻസ് ക്ലാസ്സിലാണ് ഈ കുട്ടി പഠിക്കുന്നതെന്ന്. ഞാൻ ഇങ്ങനെ ഇവളെന്താ ഇവിടെ എന്നുള്ള പോലെയായിരുന്നു. സോ എൻ്റെ വേറെ ക്ലാസ്സിൽ എന്ന് വെച്ചാൽ എൻ്റെ ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണല്ലോ ഈ ഡാൻസ് ക്ലാസ്സിലുള്ളത്. സോ ആ കുട്ടീൻ്റെ പരിപാടി കാണാൻ വേണ്ടിയിട്ട് ആ കുട്ടീൻ്റെ ഫ്രണ്ട് എന്ന് വെച്ചാൽ എൻ്റെ ക്ലാസ്സിലുള്ള ആ ഫ്രണ്ടും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അവരൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നതാണ് നമ്മുടെ നൈനിക ചേച്ചി. ഞാൻ കുറേയൊക്കെ എന്താ പറയുക, നൈനിക ചേച്ചീനെ സൂം ചെയ്തെടുക്കാൻ നോക്കി. പിന്നെ അങ്ങോട്ടേക്കൊന്നും ഞാൻ പോയില്ല. പക്ഷേ അടിപൊളി ഫോട്ടോസും എനിക്ക് കിട്ടി, ഞാനും ചേച്ചിയും കൂടി ഉള്ളത്. അപ്പം ഇതാണ് പരിപാടി. ഇനി നിങ്ങൾ ഇത്തിരി നേരം മ്യൂസിക് ഇട്ട് കേട്ടോ, ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പം ആദ്യം തന്നെ കുറേ എന്തൊക്കെയൊക്കെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പഠിച്ചതാട്ടോ, പക്ഷെ ചിലതൊന്നും ഞാൻ പഠിച്ചില്ല. എന്തായാലും നിങ്ങൾ പോയി കണ്ടോക്ക്, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും.
ഗായ്സ് അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറേ ഫോട്ടോകളെടുത്ത് എല്ലാവരും ഏറ്റെടുത്ത് സിംഗിൾ ഫോട്ടോയും എല്ലാ ഫോട്ടോയും എടുത്ത് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റ് പേര് എനിക്ക് ഓർമ്മയില്ല. ഞാൻ കഴിച്ചു നോക്കുകയാണ്. എനിക്ക് സൂപ്പ് തീരെ ഇഷ്ടമല്ല. എൻ്റെ ഇപ്പോഴത്തെ എക്സ്പ്രഷൻ ഇപ്പോൾ വരും. ഇത് തന്നെ ആൾ വന്നാണ്. ഓക്കെ, ഇതാണ് എൻ്റെ എക്സ്പ്രഷൻ. എനിക്ക് തീരെ ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമല്ല എന്ന് എനിക്ക് തന്നെ അറിയാം. എന്നാലും ഒന്ന് കഴിച്ചു നോക്കിയാന്നാണ്. ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. പക്ഷേ ചേച്ചി ഭയങ്കര ഷൈയാണ് ഗൈസ്. അതാണ് മുഖമൊക്കെ പൊത്തിയെ. ചേച്ചീൻ്റെ വിചാരം ഞാൻ ഒരു വീഡിയോ എടുത്തില്ല എന്നാണ്. അപ്പം നമ്മളിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ വന്നില്ല. ഞാനെന്തോ ബർഗറൊക്കെ ഓർഡർ ചെയ്തേ. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് വോയിസ് ഓവർ കൊടുക്കുകയാണ്. ഞാനാണ് കേട്ടോ എന്താ പറയുക സോയ സോസൊക്കെ കഴിച്ച് എന്നിട്ട് കുറേ കൂടിപ്പോയിട്ടുണ്ട്. എന്തൊക്കെയൊക്കെ ഒഴിക്കുന്നുണ്ട്. എനിക്ക് തീരെ ഇഷ്ടമില്ല സൂപ്പ്. പക്ഷേ നൈൻക ചേച്ചിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ പെപ്പർ സ്റ്റോപ്പ് എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ കൂടുതലിട്ട്. അപ്പോൾ അയ്യോ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ്. ചേച്ചി ഭയങ്കര ഷൈയാണ് ഗൈസ്. അതുകൊണ്ട് എന്നെ തീരെ എന്താ പറയുക മുഖം കാണിക്കാൻ സമ്മതിക്കാറില്ല. കണ്ടോ, കൂടുതലാക്കിയിട്ട് ഒരു ടേസ്റ്റൊക്കെ വന്നോട്ടെ എന്ന് കരുതി. കാരണം ഞാൻ എന്തായാലും കഴിക്കുന്നില്ല. ഇതാണ് കേട്ടോ റെസ്റ്റോറൻറ്റ് പേര് എനിക്കറിയില്ല കേട്ടോ ഗൈസ്. എല്ലാവരും നാനും ബട്ടർ നാനും സൂപ്പും അങ്ങനത്തെ ഓർഡർ ചെയ്താൽ ഞാൻ മാത്രം ബ്രോസ്റ്റൊക്കെയാണ് എൻ്റെ അമ്മ ഓർഡർ ചെയ്തത്. ഞാൻ മാത്രം ബർഗർ ഓർഡർ ചെയ്തു. കാരണം എൻ്റെ ഫേവറാണ് ഗൈസ്. കണ്ടില്ലേ പുറകിലെ ബർഗർ. ഇപ്പം എല്ലാവരും ഉണ്ട്. ഷൈയായിട്ട് നൈനിക ചേച്ചി ഉണ്ട്. ഇതാണ് എൻ്റെ പ്ലേറ്റ്. ഇടയിൽ കൂടെ ഒരു ബ്രോസ്റ്റ് എടുത്ത് അമ്മേൻ്റെ. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ASMR ആക്കി കഴിക്കുന്നു കരുതിയേ. പക്ഷേ ഞാൻ അതിൻ്റെ വോയിസ് കൊടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ തീരെ ASMR ആയിട്ടില്ല. ഒരു സൗണ്ടും കേൾക്കുന്നില്ല. പക്ഷേ റിയലായിട്ട് ശരിക്കും കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ ഏസ്തറ്റിക് ലെമണേഡ് നൈനിക ചേച്ചീൻ്റെ. ഗൈസ് ഫുഡ് അടി പരിപാടിയൊക്കെ കഴിഞ്ഞ് കൈ വാഷ് ചെയ്യുന്ന നേരത്താണ് നൈനിക ചേച്ചീനെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തത്. പാവത്തിന് അറിയില്ല കേട്ടോ അതൊക്കെ യൂട്യൂബിൽ ഇടാനുള്ളതാണ്. ഇതൊക്കെ എടുക്കുന്ന അറിയാം. അതാണ് മുഖം പൊത്തിക്കുന്നത്. പിന്നെ ഞാൻ എന്തൊക്കെയൊക്കെയോ വീഡിയോ എടുക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ വന്ന് കഴിച്ച ഹോട്ടൽ കാലിക്കറ്റിലുള്ള എന്താ പേര് എനിക്കറിയില്ല. അവിടെ നല്ലൊരു ടോയ് ഷോപ്പ് ഉണ്ട്. നല്ല ക്യൂട്ട് ഐറ്റംസ് ഉണ്ട്. കയറിയൊക്കെ അടിപൊളിയായിരിക്കും. പിന്നെ അതിനെക്കാട്ടും അടിപൊളിയായിട്ട് ഞാൻ കണ്ടില്ലേ എല്ലാ കമ്മലടക്കം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ കമ്മൽ, ഏറ്റവും ചെറിയ കമ്മൽ എൻ്റെ നടന്നുകൊണ്ടിരിക്കുന്നു. വാവ് എസ്തെറ്റിക് ഗൈസ്. അങ്ങനെ എല്ലാവരും ബായ് പറഞ്ഞു പോയി. ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് ഞാൻ വോയിസ് ഇതാണ് കേട്ടോ നമ്മുടെ ഫോട്ടോഗ്രാഫർ. ആൾ നല്ല സ്വഭാവമായിരുന്നു. കുറേ അടിപൊളി ഫോട്ടോ എടുത്ത് എനിക്കും കുറച്ചൊക്കെ കിട്ടി. ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് ഞാൻ വീട്ടിലെത്തി 1:06 ഈ വീഡിയോ എഡിറ്റ് ചെയ്തിടുന്നത്. സോ എല്ലാവരും ലൈക്ക് അടിക്കുക. അങ്ങനെ വീഡിയോ എത്തി. ഹാപ്പി ന്യൂ ഇയർ. കേൾക്കുന്നുണ്ടോ അറിയില്ല. എന്തായാലും ഞാനപ്പോൾ വീട്ടിലെത്തി. അടിപൊളി പരിപാടി ചെയ്യുന്നു. ഞാൻ കുറേ കണ്ടു. ടോട്ടൽ 2 ശ്ലോകങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിയാൻ നേരത്തും തുടങ്ങുന്ന നേരത്തും. പിന്നെ 3 ഡാൻസും. അടിപൊളിയായിരുന്നു പരിപാടി. ഫുഡൊക്കെ കഴിച്ചു. ഞാൻ ബർഗറായിരുന്നു കഴിച്ചത്. പിന്നെ വേറെ എന്തൊക്കെയൊക്കെയോ എല്ലാവരും ഇന്നും എടുത്ത് കഴിച്ചു. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ടൈമെന്ന് പറയുന്നത് 11 മണി ആയിട്ടുണ്ട്. സോ അത്രയുള്ള വീഡിയോ. എല്ലാവർക്കും ബൈ ആൻഡ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്ന് തന്നെ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ഇതെപ്പോഴാണ് ഇടുക എന്ന് എനിക്കറിയില്ല. പക്ഷേ റിയലായിട്ട് നമ്മൾ എടുത്തത് December 30th. ഓക്കെ ബൈ. അങ്ങനെ ഫ്രണ്ട്സ് അരങ്ങേറ്റം വ്ളോഗ്. അരങ്ങേറ്റത്തിന് എന്തോ പ്രശ്നമുണ്ട്. വെച്ച് ചെയ്തത് അതുകൊണ്ടാണ്. അങ്ങനെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്കൊക്കെ ചെയ്യുക. ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്യാം. പിന്നെ നമ്മളുടെ നൈനിക ചേച്ചിക്ക് എല്ലാവരുടെയും ബ്ലെസ്സിങ്സും എല്ലാം വരണം. കാരണം ഇനിയും കുറേ എന്താ പറയുക പരിപാടികൾ ചെയ്യാൻ പറ്റട്ടെ. സോ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. പ്രാർത്ഥിക്കാൻ നൈനിക ചേച്ചിക്ക് വേണ്ടിയിട്ട്. സോ എല്ലാവർക്കും ബൈ. ലൈക്കൊക്കെ അടിക്കിട്ടോ, മറന്നു പോകരുത്.
ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇതെന്താ പറ്റിയ അരങ്ങേറ്റത്തിനെന്തോ പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സോറി ട്ടോ. എനിക്ക് അത്രയൊന്നും അറിയില്ല. ഇപ്പോൾ തന്നെ ഞാൻ കണ്ണിങ്ങനെ മാളുകയാണ്. എനിക്ക് എന്തോ മരുന്നൊക്കെ കഴിക്കാനുണ്ട്. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിന് വേണ്ടി മരുന്ന് കഴിച്ചോണ്ട് തന്നെ നല്ല സഡേഷൻ ഉണ്ട്. നല്ല ഉറക്കം വരുന്നുണ്ട്. പക്ഷേ എന്നാലും ഞാൻ വീഡിയോ കറക്റ്റ് ടൈമിന് ഇടണം എന്നുള്ള ആഗ്രഹത്തോണ്ട് ഇടുകയാണ്. പിന്നെ ഒരു ഹൈലൈറ്റ് മാളിൽ പോയിട്ടുള്ള വീഡിയോ വരുന്നുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. സോ എൻ്റെ ഫ്രണ്ടിനെയൊക്കെ കണ്ടു. പക്ഷെ ഫോട്ടോ ഒന്നും എടുത്തില്ല. നമ്മൾ കുറേ സംസാരിച്ചു. ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞു. ഇനി അടിപൊളി ആയിക്കോട്ടെ എന്ന് കരുതി. ഓക്കെ, സോ എല്ലാവർക്കും ബൈ ബൈ. ഗുഡ് നൈറ്റ്. എൻ്റെ ഇവിടെ ഗുഡ് നൈറ്റാണ്. 1:10 നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ പോട്ടെ. ഇതാട്ടോ നമ്മളുടെ ടീച്ചറിൻ്റെ കൂടെയൊക്കെയുള്ള പിക്ക് എന്ന് പറയുന്ന ടീച്ചർ ഇതാണ്. അടിപൊളിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ആഴ്ചവട്ടത്ത് പോയി പഠിക്കുക. പേരൊന്നും എനിക്കറിയില്ല. എന്തായാലും ആഴ്ചവട്ടത്തുള്ള ഡാൻസ് ക്ലാസ് പോയി പഠിക്കുക. അടിപൊളിയാണ്. സീനാണ് ഗൈസ്. ഓക്കെ, സോ ബൈ ബൈ. കുറേ നേരമായി ബൈ പറയുന്നത്. ബൈ.